ഗോവിന്ദ ഗോവിന്ദ. ഇന്നലെ നമ്മള് മധുരയിലെ വർത്തമാനങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അവസാനം അതിൽ പറഞ്ഞു ആയുശ്രിയം യശോധർമ്മം ലോകാനാശുഷയേവച ഹന്തിശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമാ. ആസുരീകമായിട്ടുള്ള കംസന്റെ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നിമിഷ നേരങ്ങളില് ചഞ്ചലപ്പെടുന്നതായിട്ടുള്ള മനസ്സ് ഒരിക്കലും ഒരു സ്ഥായിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാത്വികമായിട്ടുള്ള ഒരു ഭാവമല്ല എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണോ ആ സഹോദരിയെ തൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ ഗംഭീരമായിട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സമയത്ത് നിസാരം ഒരു നിമിഷത്തിൽ തൻ്റെ അന്തകന് കാരണമായിട്ടുള്ള ആളാണ് സഹോദരി എന്ന് പറഞ്ഞപ്പോഴേക്കും വേഗം ഭാവത്തിന് വ്യത്യാസം വന്നു. ഇതാണ് ഒരിക്കലും മനുഷ്യന് ഉണ്ടാവരുതാത്ത ഏറ്റവും വലിയൊരു, അതായത് നമ്മൾ പറയാറില്ലേ, ഭാവം ഒരേ സ്ഥായിയായിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അങ്ങനെയുള്ള ദുർബുദ്ധിയും ദുഷ്ടനും അതുപോലെ തന്നെ ഈ മരണം അല്ലെങ്കിൽ യമന്റെ കാലപാശത്താൽ ചുറ്റപ്പെട്ടവനുമായിട്ടുള്ള അല്ലെങ്കിൽ മരണം മുഹൂർത്തം കുറിച്ചയാള്, അങ്ങനെയുള്ള ആ കംസൻ തനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ആ ദുർമന്ത്രിമാരോട് ചേർന്നുകൊണ്ട് ബ്രാഹ്മണരുടെയൊക്കെ ഹിംസിക്കുക, ഗോക്കളെ നശിപ്പിക്കുക, ഹനിക്കുക, ഇങ്ങനെയുള്ള സകല ദുഷ്പ്രവർത്തികളും തൻ്റെ ഉള്ളിലുള്ള ആ കുബുദ്ധികളെ കൊണ്ട് അമ്മയുടെ കാല് പിടിച്ച സമയത്ത് കുറച്ചു നേരത്തേക്ക് നല്ലൊരു ബുദ്ധി കിട്ടിയതാ. ആലോചിച്ച് നോക്കണം, പെട്ടെന്നുള്ളൊരു മാറ്റം. ഇതാണ് ആസുരികമായിട്ടുള്ള ഒരു ഭാവം എന്ന് പറയുന്നത്. അവരെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. വാക്ക് പാലിക്കാത്തവരെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആ കംസൻ ചെയ്തതായിട്ടുള്ള എന്ത് കാര്യമായിക്കോട്ടെ, ഇവിടെ പറയുന്നു ആയുശ്രിയം യശോധർമ്മം ലോകാനാശുഷേവച ഹന്തിശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമ. മനുഷ്യന്റെ ആയുസ്, അതുപോലെ ഐശ്വര്യം, കീർത്തി, ധർമ്മം, പുണ്യം, ഇതൊക്കെ ഈ ഇഹത്തിലും അതുപോലെ പരലോകത്തിലുമുള്ള സുഖങ്ങള്, അതെല്ലാം എല്ലാ ശ്രേയസ്സുകളെയും ഒക്കെ മഹാന്മാരോടുള്ള ധിക്കാരം എന്നുള്ളത് നശിപ്പിക്കും എന്ന് കാണിച്ചിട്ട് അതോടുകൂടിയാണ് അത് പറഞ്ഞു നിർത്തുന്നത്. ഇപ്പൊ നമ്മളൊക്കെ മഹത്തുക്കൾ ആരാണെന്നുള്ളത് അറിയില്ല. ഒരാളെയും നിന്ദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഐശ്വര്യങ്ങളുണ്ടായിക്കോട്ടെ അതെല്ലാം നശിക്കും. നമ്മളിപ്പോ മഹാത്മാക്കൾ എന്ന് മാത്രം ഉദ്ദേശിക്കേണ്ട. ഇവിടെ പറയുന്നത് മഹത് അതിക്രമ എന്നാണ് പറയുന്നത്. മഹാത്മാക്കളോട് അതിക്രമം കാണിച്ചു കഴിഞ്ഞാല് ഇതെല്ലാം നശിക്കും. തനിക്ക് എന്തൊക്കെ പൗരുഷമുണ്ടോ അതെല്ലാം നശിക്കും എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ ഭാഗവതം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? നമ്മളുടെ ഉള്ളിൽ നമ്മളെ പ്രാണനെ എത്ര കണ്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അതേ അവസ്ഥയിൽ നമ്മൾ സർവ്വചരാചരങ്ങളെയും നമുക്ക് സ്നേഹിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവർക്ക് എതിരെ നമ്മൾ അതിക്രമം കാണിച്ചു കഴിഞ്ഞാല് നമുക്കിനി എത്രയൊക്കെ സൗഭാഗ്യങ്ങളുണ്ടോ, എത്രയൊക്കെ ഐശ്വര്യങ്ങളുണ്ടോ, ഇതെല്ലാം ഒരു നിമിഷം നമ്മളിൽ നിന്ന് നശിച്ചു പോകുമെന്ന് പറയാണ്. അപ്പം എന്നും നമ്മൾ ഇത് അധ്യാസം ചെയ്തുകൊണ്ട് ഈ ഒരു ജ്ഞാനം നമ്മളുടെ ഉള്ളിൽ നിന്ന് വിട്ടു മാറാതെ നമ്മൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം എന്ന് കാണിക്കുകയാണ് അവിടെ. എന്തായാലും അതിനുശേഷം ആ മധുരയിൽ നിന്ന് നമുക്ക് നേരെ അമ്പാടിയിലേക്ക് വേദവ്യാസ മഹർഷി നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടുത്തെ അമ്പാടിയിലെ അവസ്ഥ എന്താണ്? ഇപ്പോ യശോദാദേവി ആണാണോ പെണ്ണാണോ പ്രസവിച്ചതെന്ന് പോലും അറിയാതെ ആ ഗർഭത്തിന്റെ ആലസ്യത്തിൽ കിടക്കുന്നതായിട്ടുള്ള യശോദ രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നീലക്കല്ലായിട്ടുള്ള ആ ആനന്ദ കട്ടയെ അവിടുന്ന് കണ്ടതോടുകൂടി യശോദയ്ക്ക് ഉണ്ടായിട്ടുള്ള സന്തോഷം നന്ദഗോപരെ വിളിച്ച് അറിയിച്ചു. നന്ദഗോപര് വന്നു നോക്കിയപ്പോഴത്തേക്കും ആ ഭഗവാന്റെ ഒരു ചാതുര്യം, ഒന്ന് എന്താണ്, കുട്ടിയായിരിക്കുന്ന സമയത്ത് കാണുന്നതായിട്ടുള്ള കൗതുകം ഒന്ന് വേറെ, ഈ കുട്ടിയായിട്ടുള്ള കൗതുകവും ഭഗവാന്റെ കൗതുകവും ഒന്ന് തന്നെയാണ്. നമുക്ക് കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൗതുകത്വം, ഈ ഒരു കൗതുകത്വമാണ് നമുക്ക് ഭഗവാനെ കാണുമ്പോഴും ഉണ്ടാവാറുള്ളത്. എത്ര വലിയ 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 വയസ്സുകൊണ്ട് എത്ര പ്രായം ചെയ്താലും ചിലപ്പോൾ കുട്ടികളെ പോലെയുള്ളവരുണ്ട് അല്ലെ? നമ്മൾ പറയാറില്ലേ, സനകാദി മഹർഷിമാര് ദശാർദ്ധ, അവരുടെ വയോധികയല്ല അവിടെ പറയുന്നത്. എത്ര പ്രായമായാലും സംബന്ധിച്ചിടത്തോളം അവരുടെ മനോഭാവത്തിന്
യാതൊരുവിധ മാറ്റവുമില്ലാത്ത ഒരു കളങ്കമില്ലാത്ത ഒരവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ആ കുട്ടിയെ കണ്ടതോടുകൂടി നന്ദഗോപരും യശോദയ്ക്കും വല്ലാത്ത ഒരു ജാതാഹാദോ മഹാമന, അവിടുന്ന് വല്ലാണ്ട് അങ്ങോട്ട് സന്തോഷിച്ച് ആ അച്ഛൻ എന്നുള്ളൊരു നിലയില് ആ കുട്ടിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ജാതകർമ്മങ്ങളും, ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യുന്നതായിട്ടുള്ള ജാതകർമ്മങ്ങൾ അവിടെ പറയുന്നു. ആഹൂയ വിപ്രാൻ വേദജ്ഞാൻ സ്നാതശുചിരലങ്കൃത. അവിടെ വേഗം പോയി കുളിച്ചു വന്ന് ആ ബ്രാഹ്മണരെ, ദൈവജ്ഞന്മാരായിട്ടുള്ള ബ്രാഹ്മണരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് അവരെ കൊണ്ട് ജാതകർമ്മ, ജ്യോതിശാസ്ത്ര വിശാരദന്മാരായിട്ടുള്ള ബ്രാഹ്മണരെയൊക്കെ വരുത്തി അവരെ കൊണ്ട് സ്വസ്തിവാചനങ്ങളൊക്കെ ചോദിച്ചു. വാചയിത്വാ സ്വസ്ത്യേനം കർമാത്മജസ്യ വൈ കാരയാമാസ വിധിവൽ പിതൃദേവാർച്ചനം ദധാ. അവിടെ വലിയൊരു സംസ്കാരം നമുക്ക് കാണിച്ചു തരുന്നു. കുട്ടികള് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്മരിക്കേണ്ട ആരെയാണ്? അർച്ചനം തഥാ. നോക്കൂ, പിതൃക്കളെ സ്മരിച്ചതിന് ശേഷമേ നമുക്ക് ദേവപൂജയ്ക്ക് അർഹതയുള്ളൂ എന്ന് പറയാണ്. അത്ര കണ്ട് പ്രാധാന്യമാണ് നമ്മളുടെ ശ്രാദ്ധാദി കാര്യങ്ങൾക്ക്. ഒന്ന്, പിന്നെയോ ഈ ഉണ്ണി ജനിക്കുവാനായിട്ടുള്ള കാരണം എന്താണ്? പരമ്പരയായിട്ടുള്ള പിതൃക്കളുടെ അനുഗ്രഹമാണ് അവിടെ. അതുകൊണ്ടാണ് അവിടെ പിതൃക്കളെ പൂജിച്ചതിന് ശേഷം, അതാണ് ആദ്യം പിതൃക്കളുടെ പേര് ഇവിടെ പറയുന്നത്, പിതൃദേവാർച്ചനം തഥാ. അപ്പം വിധിയോടുകൂടി അവിടെ ആ ജാതകർമ്മങ്ങളും അതുപോലെ തന്നെ ആ പുണ്യാഹം, സ്വസ്തിവാചനം എന്ന് പറയുന്നത് പുണ്യാഹമാണ്. അപ്പൊ പുണ്യാഹം ഒക്കെ ചെയ്ത് ആ പിതൃക്കൾക്കും ദേവന്മാർക്കും ഒക്കെ വേണ്ടതായിട്ടുള്ള വിധിയാവണ്ണം പൂജകളൊക്കെ ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ച കർമ്മങ്ങളെയൊക്കെ അവിടെ ചെയ്യിച്ചു. എന്നിട്ടോ അവിടെ ദാനങ്ങളെ ചെയ്തു എന്ന് പറയുന്നത് ധേനൂനാം നീതേ പ്രാതാത് വിപ്രേഭ്യോ സമലങ്കൃതേ. അവിടെ വലിയ ഗിരിപർവ്വതം പോലെ അദ്രി എന്ന് പറഞ്ഞ പർവ്വതം തിലം കൊണ്ട്, എള്ളുകൊണ്ട് പർവ്വതമുണ്ടാക്കി ആ പർവ്വതത്തിന് ചുറ്റുമായിക്കൊണ്ട് രത്നങ്ങള്, 7 തരത്തിലുള്ള രത്നങ്ങള് പതിച്ചുകൊണ്ട് ശാതക അംബരാവൃതാൻ, അങ്ങനെ മഹാബ്രാഹ്മണർക്ക് ആ എള്ളിൻ കൂമ്പാരങ്ങളോട് കൂടിയിട്ടുള്ള ആ രത്നങ്ങളോട് കൂടിയിട്ടുള്ള ദാനങ്ങളൊക്കെ അവിടെ ചെയ്തു. അതുപോലെ ധാരാളം 2 ലക്ഷം ധേനൂനാം നിയുതേ പ്രാതാത് വിപ്രേഭ്യോ സമലങ്കൃത. നിയുതേ എന്ന് പറഞ്ഞാല് 2 ലക്ഷം പശുക്കളെ അവിടെ ദാനം ചെയ്തു എന്ന് പറയുന്നു. അവിടെ എന്തായാലും സ്നാനം, അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ജാതകർമാദി സംസ്കാരങ്ങളൊക്കെ ചെയ്ത് തപസ്, യജ്ഞം, ദാനം, മനസ്സിന്റെ ആ സന്തോഷം, ഇതുകൊണ്ടൊക്കെ ആ നന്ദഗോപര് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം കൊണ്ട് എല്ലാവരെയും വിളിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാം അവിടുന്ന് ദാനങ്ങളായിട്ട് കൊടുത്തു, വസ്ത്രമായിട്ടും പണമായിട്ടും ഒക്കെ. ഇവിടെ ബ്രാഹ്മണര് നന്ദഗോപരുടെ പുത്രന് മംഗളാശംസകളൊക്കെ അവിടുന്ന് പറഞ്ഞു. എന്നിട്ടോ അവിടെ സ്തുതിപാഠകന്മാരായിട്ടുള്ള ഗായകാശ്ച ജഗുർനേതുർഭേര്യാദുന്ദുഭയോ മുഹു, സൂതമാഗധ വന്ദിനന്മാരൊക്കെ അവരുടേതായിട്ടുള്ള പാട്ടുകളൊക്കെ പാടി, പിന്നെ ദുന്ദുഭി മുഴക്കിക്കൊണ്ട് പെരുമ്പറ ഒക്കെ മുതലായ മംഗളവാദ്യങ്ങളൊക്കെ അവരെ മുഴക്കി. ഇങ്ങനെ നന്ദഗോകുലത്തിലെ ഭവനങ്ങൾ ഉൾഭാഗം മുഴുവൻ, അതായത് എല്ലായിടങ്ങളിലും കുരുത്തോലകളൊക്കെ തൂക്കി സൗമംഗല്യഗിരോ വിപ്രാസൂതമാഗധവന്ദിന പ്രജസംപൃഷ്ട സംസിക്തദ്വാരാജിരഗൃഹന്തരാചിത്രധ്വജപദ ആകാശ ശൈലപല്ലവ തോരണി. എന്താ സന്തോഷം കൊണ്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുപോലെ എല്ലായിടങ്ങളും പൂക്കുലകളെ കൊണ്ടും മാവിന്റെ പൂക്കളെ കൊണ്ടും ഒക്കെ ആ അമ്പാടി മുഴുവൻ അവിടെ അലങ്കരിച്ചു. അപ്പം അവിടെ അടിച്ചു തെളിച്ച് വൃത്തിയാക്കിക്കൊണ്ട് പല വർണ്ണത്തിലുള്ള കൊടിക്കൂറകൾ തൂക്കി, പൂമാലകള്, വസ്ത്രങ്ങള്, തോരണങ്ങള്, തളിരുകള്, പല മരത്തിന്റെയും തളിരുകള്, അക്കൂട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ കുരുത്തോലകളും വരുന്നത്. അപ്പം അതെല്ലായിടത്തും അലങ്കരിക്കപ്പെട്ടു എന്ന് പറയാണ്. പിന്നെയോ അവിടെ മഞ്ഞപ്പൊടി കലക്കിയ ജലങ്ങൾ കൊണ്ട് ആ
അവിടെയുള്ള പശുക്കൾ ഗാവോ വൃഷ വത്സതര ഹരിദ്ര തൈലരൂഷിതാഹ, മഞ്ഞപ്പടി കലക്കിയ വെള്ളം കൊണ്ട് ആ പശുക്കളെയും അതുപോലെ തന്നെ കാളകളെയും ഒക്കെ ഗംഭീരമായിട്ട് അവരെ കുളിപ്പിച്ചു. ഇതൊക്കെ എന്താണ് ചെയ്യാൻ കാരണം? എന്താണ്? വിശേഷ ദിവസമാകുന്ന സമയത്ത് ഈ രീതിയിൽ വേണം കുളിക്കുവാൻ എന്നുള്ള രീതിയിൽ ആ പശുക്കളെ പോലും മൃഗങ്ങളിൽ പോലും ആ ഒരു ആനന്ദത്തെ ഉളവാക്കുന്ന രീതിയിൽ വിചിത്രധാതു വസ്ത്രക അഞ്ജനമാലിനാം. പിന്നെയോ അവിടെ യശോദയുടെ ഈ ഒരു പ്രസവ വാർത്ത അറിഞ്ഞതോടുകൂടി ഗോപന്മാരും ഗോപികമാരും എല്ലാവരും കേൾക്കണില്ലല്ലോ. കേൾക്കണില്ല. തിരുമേനി മ്യൂട്ടായേ. മ്യൂട്ടായി. കേൾക്കണില്ല. തിരുമേനി മ്യൂട്ടായി. കേൾക്കണില്ല. തിരുമേനി പറയുന്നുണ്ട്. തിരുമേനി കേൾക്കുന്നില്ല. കേൾക്കണില്ല. തിരുമേനി കേൾക്കണില്ല. മ്യൂട്ടായി. സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കുറച്ചു നേരത്തേക്ക് മ്യൂട്ടായി പോയി അല്ലെ. എന്തായാലും ആ നന്ദനത്തില് ഗോപന്മാരൊക്കെ നദിയിലേക്ക് വന്നങ്ങ് ചാടുന്നു. ചാടി കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ടെന്ന് ഗോപന്മാര് ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നെന്താ ഇത്ര വിശേഷം എന്ന് ചോദിക്കുമ്പോഴേക്കും യശോദയ്ക്ക് ഉണ്ണി ഉണ്ടായി എന്ന് അവിടുന്ന് പറയുന്നു. അതുപോലെ തന്നെ ഗോപികമാര് ഈ ചാടി കുളിക്കുന്ന ഒരു വിശേഷമാണെന്നാ പറയുക. വിശേഷ ദിവസങ്ങളിലൊക്കെ ചാടി കുളിക്കുക, സന്തോഷത്തിനുറപ്പ് അറിയിക്കുവാൻ വേണ്ടിയിട്ട് ആണുങ്ങളാണെങ്കിൽ ചാടി കുളിക്കും. ഇങ്ങനെ ഓരോരുത്തർ വന്നതാ പുറകെ വന്ന് ചാടി ആ ഒരു സന്തോഷത്തിൽ അവര് ആറാടി. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും അവര് തുടിച്ചു കുളിക്കുക അല്ലെ. തിരുവാതിരയ്ക്കൊക്കെ സന്തോഷത്തിന്റെ തിമിർപ്പ് കൊണ്ട് അവർക്ക് കിട്ടിയത് അന്നത്തെ ആ ഒരു സ്വാതന്ത്ര്യം ആണോ അതോ സ്നേഹപ്രകടനമാണോ അറിയില്ല. എന്തായാലും ആ സന്തോഷ തിമിർപ്പില് അവരിതാ തുടിച്ചു കുളിക്കുന്ന രീതിയിൽ ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ പാടി അവര് ഗോപികമാര് അവര് തുടിച്ചു കുളിക്കുന്നു. എന്തായാലും അവിടെ വിചിത്രധാതു വസ്ത്രക അഞ്ജനമാലിന പല രീതിയില് ഈ വാർത്ത കേട്ടതോടുകൂടി അവരൊക്കെ തലപ്പാവുകൾ ഗോപന്മാരെങ്ങനെയാണ് അവര് കാഞ്ചനമാലിന തലപ്പാവുകളൊക്കെ കെട്ടിക്കൊണ്ട് പുതിയ വസ്ത്രങ്ങള് കുപ്പായങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ട് കാഴ്ചദ്രവ്യങ്ങളോട് കൂടി ആ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് സംഘമായിക്കൊണ്ട് അവര് ചാടി തുളിച്ച് നൃത്തം ചെയ്തുകൊണ്ട് അവരവിടെ എത്തി. മഹാർഹ വസ്ത്രാഭരണ കഞ്ചുകോഷ്ണീഷഭൂഷിതാഹ ഗോപാസമായൂരാജൻ നാനോപായന പല ഉപായനങ്ങളുമായിക്കൊണ്ട് സമ്മാനങ്ങളുമായിക്കൊണ്ട് ആ അമ്പാടിയിലേക്ക് ഗോപന്മാരെല്ലാവരും എത്തി. അതുപോലെ തന്നെ ഗോപ്യശ്ചാകർണ്യമുദിതായ ശോതായ സുതോത്ഭവം ആ നന്ദഗോപർക്കുണ്ണിയുണ്ടായി എന്ന് ഗോപന്മാരിങ്ങനെ കൈകൊട്ടി ഓരോ സ്ഥലത്തേക്കും ഇങ്ങനെ സന്തോഷിച്ചു പോകുന്ന സമയത്ത് ഗോപികമാര് അതിലും ഉച്ചത്തില് എന്താണ് യശോദാമയ്ക്കുണ്ണി ഉണ്ടായി എന്ന് പറഞ്ഞ് അവരുടെ ഗോപ്യശ്ചാകർണ്യമുദിത യശോദായാസുതോത്ഭവമാത്മാനം ഭൂഷിയാഞ്ചക്രു വസ്ത്രഗന്ധ കൽപ്പാഞ്ജനാദിഭി. ഇപ്പം ആ യശോദയ്ക്ക് ഉണ്ണി പിറന്ന വിവരം അറിഞ്ഞതായിട്ടുള്ള ഗോപികമാരും സന്തോഷത്തോടെ അവരും വസ്ത്രാലങ്കാര ഭൂഷിതരായിക്കൊണ്ട് അവിടെ വന്നു ചേർന്നു. അവര് നോക്കൂ, നവകങ്കുമകിഞ്ചൽക്ക മുഖകം പങ്കജഭൂതയ ബലിഭിസ്ത്വരിതം ജഗ്മൂ പുതുശ്രോണ്യശ്ചലൽക്കുജാഹ നവകുങ്കുമ കിഞ്ചൽക്ക മുഖപങ്കജഭൂതയ. അതായത് പുതിയ കുങ്കുമം കൊണ്ട് തിലകം തൊട്ടു. പിന്നെയോ ആ തിലകം തൊട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ് തോന്നുന്നത്? ആ മുഖം ഒരു വലിയൊരു താമരപ്പൂവ്. അങ്ങനെയാണെങ്കിൽ ആ താമരപ്പൂവിന്റെ കേസരം പോലെ എന്താണ് അതാകുന്ന ആ കേസരത്താൽ മുഖകമലത്തിലൊക്കെ ശോഭ വരുന്ന രീതിയിൽ എല്ലാവരും അല്ലെ. സ്ത്രീകളാണെങ്കിൽ പൊട്ടു തൊടണമെന്ന് പറയും. ഇന്നത്തെ സ്ത്രീകളൊക്കെ ഇങ്ങനെ എവിടെയോ മറക് പോലെ ഇങ്ങനെ തൊടും. അങ്ങനെയല്ല വേണ്ടത്. യഥാർത്ഥത്തില് ദേവി മഹാത്മ്യത്തിലൊക്കെ പറയും ഭഗവതി സ്ത്രീകൾ ഒരുങ്ങുന്നതില് വലിയ വർത്തോളമായിക്കൊണ്ട് വലിയ തൊടണം എന്നാണ് പറയുക. അപ്പം
ആ ഒരു സങ്കല്പത്തിലാണ് ഇവിടെ ആ ഗോപികമാരൊക്കെ വലിയ കുങ്കുമ പൊട്ടൊക്കെ ധരിച്ചുകൊണ്ട് അവരിതാ വന്നു. പിന്നെയോ ബലിഭിസ്തുരിതം ജഗ്മു പൃഥുശ്രോണ്യശ്ചലൽക്കുജാഹ, ഇങ്ങനെ പുഷ്ടിയുള്ള നിതംബത്തോടു കൂടിയിടും. അതുപോലെ ഇതാ അവരുടേതായിട്ടുള്ള ആ ചേഷ്ടകളോടുകൂടി മംഗളദ്രവ്യങ്ങളൊക്കെ ആയിക്കൊണ്ട് അവരും ഇതാ ആ ഭഗവാനെ കാണുവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് യാത്രയായി. ഗോപ്യ സമൃഷ്ടമണികുണ്ടല നിഷ്കണ്ഠ്യശിത്രംബരാ പതിശിഖാച്യുതമാല്യവരുഷാഹ നന്ദാലയം സവലയാവൃതിർവിനേജു വ്യാലോലകുണ്ടല പയോധരഹാര ശോഭാഹ. അവിടെ പറയുന്നു, നിരനിരയായിട്ട് ആ ഗോപികമാര് രണ്ടുപേരും കൈകോർത്തുകൊണ്ട് ആ പാട്ടുകൾ പാടിക്കൊണ്ട് ആ ഭഗവാനെ കാണുവാൻ വേണ്ടി വരുന്ന ഒരു രംഗം കണ്ടു കഴിഞ്ഞാൽ, ഹേ പരീക്ഷിത്തെ, ഇത്രയും ഒരു ഭംഗിയായിട്ട് അവിടെ ആ ഒരു ഛായാചിത്രം ഗോപ്യസ്തമൃഷ്ടമണി കുണ്ടല നിഷ്കണ്ഠ്യ ചിത്രാംബര പതിശിഖ അച്യുതമാല്യവരുഷാഹ, ആ ഒരു ഗോപികമാരുടെ രൂപഭംഗി അത്യന്തം എത്ര കണ്ട് കാവ്യാത്മകതയാണ് അവിടെ ആ വേദവ്യാസ മഹർഷി കൊടുത്തിരിക്കുന്നത്. നോക്കൂ, അവര് കാതുകളിൽ അണിഞ്ഞിട്ടുള്ള ആ കർണാഭരണങ്ങള് അത് നന്നായിട്ട് ദാ തുടച്ച് മിനുക്കി ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ ദാ ആ ഓരോരുത്തരുടെയും പ്രത്യേക രീതിയിലുള്ളതാണ്. അപ്പം അതായത് ഈ സംഘമായിട്ട് നിൽക്കുന്ന ഗോപികമാരുടെ അവര് വരുമ്പോഴേക്കും ഈ സൂര്യരശ്മികള് ദാ ഈ കണ്ഠത്തിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആ രശ്മികൾ പുറത്തേക്ക് പ്രതിഫലിക്കുന്ന പോലെ ആ രത്നങ്ങളുടെ കാന്തിയില് ദാ അവർ തിരികെ നീക്കുന്നു. ആ കഴുത്തിലാണെങ്കിൽ വലിയ സ്വർണ്ണ പതക്കങ്ങള് ഓരോരുത്തരും ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ വർണ്ണപ്പകിട്ടാറുന്നതായിട്ടുള്ള വിശേഷപ്പെട്ടതായിട്ടുള്ള വസ്ത്രങ്ങള്, കൈ നിറയാണെങ്കിലോ തോൽവളകൾ വരെ ആ ബാഹുക്കളെ മുഴുവൻ മൂടുന്ന രീതിയിലുള്ള വളകൾ ധരിച്ചിരിക്കുന്നു. ആ വളകളൊക്കെ എന്താണ്, അതിൽ നിന്നും ശബ്ദമുണ്ടാകുന്നു, കുണ്ടലങ്ങളിൽ നിന്ന് ശബ്ദമുണ്ടാകുന്നു. ഇങ്ങനെ തലമുടിയില് ചൂടിയതായിട്ടുള്ള ആ പുഷ്പവൃഷ്ടികള് അല്ലെ, ആ തലമുടിയിൽ നിറച്ച് ആ കേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ മുല്ലമാലകൾ ധരിച്ചിരിക്കുന്നു. അവിടെ ആ മാലകളിൽ ധാരാളം ഉള്ള ആ മുല്ലപ്പൂക്കള് ഇവര് സംഘമായിട്ട് കൈകോർത്തങ്ങോട്ട് ആ കണ്ണനെ കാണുവാൻ വേണ്ടി വരുന്ന സമയത്ത് കീർത്തനങ്ങളും പാടിക്കൊണ്ട് വരുന്ന സമയത്ത് ഓരോ മുല്ലപ്പൂക്കളായിക്കൊണ്ട് ഇതാ അവിടുന്ന് വീഴുന്നത് കണ്ടു കഴിഞ്ഞാല് എങ്ങനെയാണോ ഈ എന്താണ് വർഷകാലത്ത് ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത്, വർഷം പൊഴിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു അല്ലെ മുല്ലപ്പൂക്കളെ കൊണ്ടുള്ള ഒരു മഴ തന്നെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അവർ ഈ ഒരു മുല്ലപ്പൂക്കൾ ഇവിടെ വീഴുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഞങ്ങളുടെ കണ്ണനെ കാണുവാൻ വേണ്ടി വരുന്നവരെ വഴിതെറ്റാതിരിക്കണം. അതിനുവേണ്ടോ? അത് തന്നെയല്ല, ഞങ്ങളുടെ കണ്ണനെ കാണാൻ വരുന്നവർക്ക് ഈ ഒരു മണ്ണിൽ കൂടെ വരരുത്. അവരൊക്കെ എന്താണ് ഈ ഒരു മുല്ലമാലകളെ കൊണ്ടുള്ള പരവതാനി അവിടെ ഒരുക്കി എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള അവര് നന്ദഗൃഹത്തിൽ പ്രവേശിച്ച് ഉടനെ തന്നെ ആ ശിശുവിന് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് അവരവിടുന്ന് പ്രാർത്ഥിച്ചു അല്ലെ. അവിടെ അവർ പറഞ്ഞു, ആവാദ്യന്ത വിചിത്രാണി വാദിത്രാണി മഹോത്സവേ കൃഷ്ണേ വിശ്വേശ്വരേ നന്ദേ നന്ദസ്യ വ്രജമാഗതേ ഗോപാപരസ്പരം ഹൃഷ്ടാദീക്ഷീരഹൃതംബുഭി ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതൈശ്ചരിക്ഷിപൂ. അങ്ങനെ അവര് ആ നന്ദഗൃഹത്തിൽ പ്രവേശിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ അവിടെ ഈ ഓരോരുത്തരും അവര് കൊണ്ടുവന്നതായിട്ടുള്ള ആ മഞ്ഞള് കലക്കിയതായിട്ടുള്ള വെള്ളം, അത് ഹരിദ്ര ചൂർണതൈലാധി സിഞ്ചന്ത്യോ ജനമുക്ജഗു. അപ്പൊ അവര് കൊണ്ടുവന്നതായിട്ടുള്ള ആ മഞ്ഞൾപ്പൊടി ചേർത്തതായിട്ടുള്ള എണ്ണ ഒഴിച്ച വെള്ളം കൊണ്ടൊക്കെ ആളുകളെ എല്ലാം അവിടുന്ന് മുക്കി കുളിപ്പിച്ച് ശുദ്ധമാക്കി അവിടെ. എന്നിട്ടോ അവര് അവിടുന്ന് സിഞ്ചന്ത്യോ ജനമുക്ജഗു ഗംഭീരമായിട്ട് ഉറക്കെ അവിടുന്ന് കീർത്തനങ്ങളൊക്കെ പാടി അവാദ്യന്ത വിചിത്രാണി വാദിത്രാണി മഹോത്സവേ കൃഷ്ണേ വിശ്വേശ്വരേ നന്ദേ നന്ദസ്യ വ്രജമാഗതേ. ആ ലോകൈകനാഥനായിട്ടുള്ള, അതായത് ആദ്യവും അവസാനവും അവാദ്യന്ത, ആദ്യവുമില്ല അവസാനവും ഇല്ലാത്തതായിട്ടുള്ള ആദ്യന്ത വിഹീനനായിട്ടുള്ള ആ ലോകനാഥനുമായിട്ടുള്ള ഹേ കൃഷ്ണൻ ആ നന്ദഗോപരുടെ വ്രജത്തിലേക്ക് വന്നെത്തിയതായിട്ടുള്ള ആ മഹോത്സവത്തില് പല വിവിധ തരത്തിലുള്ള വാദ്യങ്ങൾ അവിടെ വായിക്കപ്പെട്ടു. ഗോപാ പരസ്പരം ഹൃഷ്ടാതിഥി ക്ഷീരഘൃതാംബുഭി. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണോഹം എന്നുള്ള ഒരു ഭക്തിയില് ഗോപന്മാർക്കോ ഗോപികമാർക്കോ ആർക്കും തന്നെ കണ്ണൻ എവിടെയെന്ന് പോലും അവർക്ക് ചിന്തിക്കേണ്ട വിഷയം തോന്നുന്നില്ല. കാരണം എന്താണ്,
അമ്പാടിയിലേക്ക് കയറിയപ്പോ തന്നെ കണ്ണനെ കാണാൻ തുടങ്ങുകയാണ്. വരുമ്പോ തന്നെ കണ്ണനുണ്ട് അല്ലേ? വരുമ്പോ തന്നെ തന്റെ പിന്നെ ഉള്ളില് നിറച്ചു വെച്ചിരിക്കുകയാണ് ആ ഒരു കണ്ണന്റെ രൂപം. ആ രൂപം ദാ അമ്പാടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ആരെ കണ്ടാലും കണ്ണനായിട്ട് തോന്നുക. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്തായി? കണ്ണനെ കണ്ടു, കണ്ണൻ അഭിഷേകം ചെയ്യാനുള്ള പാലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, കണ്ണൻ അഭിഷേകം ചെയ്യാനുള്ള നെയ്യാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, കണ്ണൻ അഭിഷേകം ചെയ്യാനുള്ള തൈരാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും എന്താണ്? ഗോപാ പരസ്പരം ഹൃഷ്ടാദതി ക്ഷീരഹൃതാംബുഭി. ഓരോരുത്തരും ആ ഭഗവാൻ ആണ് എന്ന് മനസ്സിലാക്കി, തന്റെ ഉള്ളിൽ മുഴുവൻ ഭഗവാനാണ്. ആ ഒരു നിറഞ്ഞ ശുദ്ധ മനസ്സോടുകൂടി നോക്കുമ്പോഴത്തേക്കും കാണുന്നവരുടെ ഉള്ളിലൊക്കെ ആ ഒരു ഭഗവാനെ കാണുന്നു. നേരെ എന്ത് ചെയ്തു? അവര് കൊണ്ടിരുന്നതായിട്ടുള്ള പാലങ്ങോട്ട് കമത്തും. അപ്പൊ പാലങ്ങോട്ട് സ്വീകരിക്കുന്ന ആളെന്താണ്? കണ്ണന്റെ പ്രസാദമാണ് എനിക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ, ഇതാ കണ്ണൻ അഭിഷേകം ചെയ്ത പാലാണ് എനിക്ക് തരുന്നത് എന്നുള്ള രീതിയിൽ അവിടുന്ന് സ്വീകരിക്കും. ഇങ്ങനെ പാലും തൈരും കൊണ്ട് പരസ്പരം ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതൈശ്ചിക്ഷുഭി. അവിടെ പരസ്പരം ആ വെണ്ണ എടുത്ത് ഉരുട്ടിക്കൊണ്ട് എറിയുക, പരസ്പരം എറിഞ്ഞ് അവിടെ ഉന്തിയും തള്ളിയും ചിക്ഷിപ്പൂ ഉന്തി തള്ളിക്കൊണ്ടൊക്കെ അവര് ആസ്വദിച്ചു ആ ഒരു ആനന്ദം, അതായത് ജാതാഹ്ലാദം അല്ലെ, ഭഗവാൻ ജനിച്ചതായിട്ടുള്ള ആ ഒരു ആനന്ദം ആ അമ്പാടിയില് ആ ഗോപൻ ഗോപികമാര് എല്ലാവരും കൂടി നന്ദോ മനസ്തേഭ്യോ വാസോലങ്കാര ഗോധനം സൂതമാഗതവന്ദിഭ്യോ യേന്യേ വിദ്യോപജീവിനാം. അവിടെ പറയുന്നു മഹാവിഷ്ണുവിന്റെ ആരാധന എന്നോണം അവിടെ പുത്രന്റെ ആ അഭ്യുദയത്തിന് വേണ്ടിയിട്ട് സ്തുതിപാഠക വൃന്ദങ്ങള് അവര് വന്ന് അവർക്കൊക്കെ സൂതമാഗത വന്ദിഭ്യോ യന്യോ വിദ്യോപജീവിന, കലാവിദ്യ കൊണ്ടൊക്കെ എങ്ങനെയാണോ ഭഗവാനെ അവിടുന്ന് ആനന്ദിപ്പിച്ചത് അവർക്കൊക്കെ വസ്ത്രങ്ങളും അതുപോലെ എന്താണ് ആഭരണങ്ങള്, പശുക്കള്, ധനം ഒക്കെ നൽകി ആ നന്ദഗോപുരത അവരെയൊക്കെ സന്തോഷിപ്പിച്ചോടെ. തൈസ്തൈ കാമൈർ അധീനാത്മായഥോചിതമപൂജയിൽ വിഷ്ണോരാരാധനാർത്ഥായ സ്വപുത്രസ്യോഭയായ ച. കലാവിദ്യകളാലും അതുപോലെ ശാസ്ത്രജ്ഞാനം പ്രയോജനപ്പെടുത്തിയൊക്കെ ഉപജീവനം കഴിക്കുന്നതായിട്ടുള്ള പലരും അവിടെ എത്തി. അവിടെ അവരുടേതായിട്ടുള്ള പ്രയോഗങ്ങള് വേണ്ട രീതിയിൽ ഭഗവാന്റെ മുമ്പിൽ അവർ സമർപ്പിച്ചതിന് അവരെയൊക്കെ ആവശ്യാനുസരണം ഇഷ്ടപ്പെട്ടതായിട്ടുള്ള വസ്ത്രങ്ങളെയൊക്കെ ദാനം ചെയ്ത് അവിടെ നിന്ന് സന്തോഷിപ്പിച്ചോടെ. പിന്നെ രോഹിണീച മഹാഭാഗാനന്ദ ഗോപാഭിനന്ദിത വിചരൽ ദിവ്യവാസകണ്ഠാഭരണഭൂഷിത. നന്ദഗോപരുടെ ആ അഭിനന്ദത്തോടെ തന്നെ ആ രോഹിണിയും അതുപോലെ യശോദാദേവിയും ഒക്കെ പുതിയ നോക്കൂ യശോദെ, എത്ര ഗോപികമാരൊക്കെ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നു, പുതിയ കുണ്ടലങ്ങൾ ധരിച്ചിരിക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളും ഇതിൽ മാറിയിരിക്കുകയാണോ വേണ്ടത്? ആ കണ്ണന്റെ ആ ജാതാഹ്ലാദത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അവരെ കൊണ്ടും പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അവരെ കൊണ്ട് അണിയിച്ചു. അന്ന് മുതല് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ആവാസ കേന്ദ്രമായിട്ടുള്ള ആ നന്ദഗോപരുടെ നന്ദഗോകുലത്തില് ലക്ഷ്മി ദേവി അവിടെ കളിയാടി. ഗോപാൻ ഗോകുല രക്ഷായാം നിരൂപ്യ മധുരാം ഗത നന്ദകംസസ്യ വാർഷിക്യം തഥാരഭ്യ നന്ദസ്യ വ്രജസമൃദ്ധിമാൻ ഹരേർനിവാസമാത്മഗുണൈ രമാക്രീഡന്നഭൂനൃപ. അന്ന് മുതല് അമ്പാടിയിലതാ ഐശ്വര്യത്തിന്റെ തീർപ്പായി എന്താണ് ആ ലക്ഷ്മി ദേവി അവിടെ വിളയാടി തുടങ്ങി. വ്രജം എന്തെന്നില്ലാത്ത സമൃദ്ധിയിലേക്ക് ഉയർന്നു വന്നു. അങ്ങനെ ഇരിക്കെ കംസനിത നന്ദ കംസസ്യ വാർഷിക്യം കരം ദാതും ഗുരുദ്വഹാം. കംസന് ആ വാർഷിക നികുതി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള സമയമായി. ഗോപന്മാരെയൊക്കെ വ്രജത്തിന്റെ സംരക്ഷണ ചുമതലയൊക്കെ ഏൽപ്പിച്ചു ആ നന്ദൻ. അതിനുശേഷം നന്ദഗോപൻ നേരെ മധുരയിലേക്ക് യാത്രയായി. ജ്ഞാത്വാ ദത്തകരം രാജ്ഞേയോ തദവമോചനം. അങ്ങനെ വസുദേവരുടെ അച്ഛനായിട്ടുള്ള ശൂരസേനന്റെ അമ്മാവന് ഒരു ശൂദ്ര ദാസിയിൽ ജനിച്ച ആളാണ് നന്ദഗോപുരൻ. അപ്പൊ ആ ഒരു ബന്ധം കൂടി ആർക്കുണ്ട്? വസുദേവരും നന്ദഗോപുരമായിട്ടൊരു ബന്ധം, ഒരു സഹോദര സ്നേഹമുണ്ട് അവിടെ. എന്തായാലും നന്ദഗോപര് വന്നതായും അതുപോലെ കപ്പം കൊടുത്തതുമൊക്കെ ആയിട്ടുള്ള വിവരം ആ വസുദേവര് അറിഞ്ഞു. നേരെ എന്താണ് തം ദൃഷ്ട്വാ സഹസോദ്ധായ ദേഹ പ്രാണമിവാഗതം
പ്രീതപ്രിയതമം ദോർഭ്യാം സസ്വജേ പ്രേമവിഹ്വല. കണ്ടോടുകൂടി വസുദേവർക്ക് നന്ദഗോപർക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം, വസുദേവർക്ക് അതിൽ കൂടുതൽ ആനന്ദം. കാരണം അന്ന് അല്ലെ ഉണ്ണി ഉണ്ടായ സമയത്ത് തനിക്കൊന്ന് എടുത്ത് മാറോട് ചേർത്ത് വെച്ചൊന്നും ലാളിക്കാൻ പോലും സാധിക്കാത്തത് ഒരു അച്ഛന്റെ ഒരു വേദന. ആ അച്ഛൻ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അത് ഉത്തരവാദിത്വത്തോടുകൂടി നടത്തുന്നതായിട്ടുള്ള ആ നന്ദഗോപരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ പരം ഒരു സന്തോഷം വേറൊന്നുമില്ല. തന്റെ ഉണ്ണിയെ അല്ലെ സ്വന്തം ഉണ്ണി എന്നുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നന്ദഗോപരെ കണ്ടു, ആലിംഗനം ചെയ്തു, സന്തോഷം അറിയിച്ചു, അവിടെ ഉപചാരങ്ങളൊക്കെ അവിടെ സമർപ്പിച്ചു. അവസാനം ഇതാ അവിടുന്ന് പറഞ്ഞു, പൂജിത സുഖമാസീന പൃഷ്ട്വാനാമയമാതൃത പ്രസക്തധീ സ്വാത്മജയോരിതമാഹ വിശംബതേ. ഹേ രാജാവേ, അവിടുന്ന് പല രീതിയിലുള്ള കുശലങ്ങളൊക്കെ ചോദിച്ച് ആദരിക്കപ്പെട്ടതായിട്ടുള്ള ആ നന്ദൻ ചോദിച്ചു. ഉണ്ണിയുടെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ ആ വസുദേവർ ചോദിച്ചു നന്ദനോട്. ഉണ്ണിക്ക് സുഖം തന്നെയല്ലേ, ഉണ്ണിയുടെ ലീലകളെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ അവിടുന്ന്. കുട്ടിക്കാലം മുതലുള്ള ഓരോരോ ലീലകള്, ജാതകർമ്മങ്ങളും മുതലുള്ള ഓരോരോ ലീലകളെ കുറിച്ച് അവിടുന്ന് ആ നന്ദൻ അവിടുന്ന് വിസ്തരിച്ച് വസുദേവർക്ക് അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇതിങ്ങനെ ആലോചിക്കുമ്പം പറയും, ആ നന്ദന്റെ ഉള്ളിൽ ഇങ്ങനെ വല്ലാത്ത സന്തോഷം. ദിഷ്ട്യാഭ്രാത പ്രവേശ ഇദാനീം അപ്രജസ്യതേ പ്രജാശായ നിവൃത്തസ്യ പ്രജായൽ സമപദ്യത. വസുദേവർ പറഞ്ഞു, അല്ലയോ സഹോദര, അങ്ങ് യഥാർത്ഥയ്ക്ക് പ്രായം ഏറെയായി അല്ലെ. ശരിക്കും യഥാർത്ഥത്തിൽ അവർ ഒത്തിരി കാലം കൂടിയിട്ടാണ് നന്ദഗോപർക്ക് യശോദയ്ക്ക് ഉണ്ണി ഉണ്ടാകുന്നത്. അപ്പം സന്താനം ഉണ്ടാകുക എന്നുള്ള ഒരു ആശ കൈവിടിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിലൊക്കെ അങ്ങേക്ക് ഈ സച്ചിദാനന്ദ കട്ടയായിട്ടുള്ള ആ കണ്ണനെ അങ്ങേക്ക് കിട്ടിയത് അല്ലെ. അപ്പൊ ഈ സന്ദർഭത്തിൽ ഉണ്ടായതായിട്ടുള്ള സന്താന ലബ്ധി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്ന് അവിടെ വസുദേവര് നന്ദഗോപരെ അവിടുന്ന് പ്രശംസിച്ചു. ഇതിലെ ഒരു വസുദേവര് ഉദ്ദേശിക്കുന്നത് ശരിക്കും യഥാർത്ഥത്തില് എന്താണ്, യോഗമായയുടെ ജന്മമാണ്. നന്ദഗോപര് ധനിക്കുന്നത് എന്താണ്, ശരിക്ക് തനിക്ക് ഉണ്ടായതായിട്ടുള്ള അല്ലെ വസുദേവപുത്രന്റെ കാര്യം, അല്ലെങ്കിൽ ആ പുത്രനാണ് എന്നുള്ള രീതിയിലാണ് അവിടെ നന്ദൻ വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, വസുദേവര് യോഗമായ ജനിച്ചതാണെന്നും തനിക്കുണ്ടായ ഉണ്ണി അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ടുള്ള എന്നുള്ള ഒരു വിവരം ശരിക്കും യഥാർത്ഥത്തിൽ അറിയിക്കുക അല്ലെങ്കിൽ പോലും ഒന്ന് അഭിനന്ദിക്കുകയാണ് അവിടെ. ദൃഷ്ട്യാ സംസാര ചക്രേസ്മിൻ വർത്തമാന പുനർഭവ ഉപലബ്ധോ ഭവാനദ്യ ദുർലഭം പ്രിയദർശനം. പല പ്രാരബ്ധങ്ങളായിക്കൊണ്ട് ചുറ്റി തിരിഞ്ഞു കളിക്കുന്നതായിട്ടുള്ള അങ്ങയെ ഇപ്പോൾ ഞാൻ യാദൃച്ഛികമായിട്ട് കണ്ടെത്തിയതാണ്. അപ്പം ഇത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അവിടുന്ന്. അതുകൊണ്ട് പലരെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. കാണാൻ കൊതിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമല്ലാതെ. അപ്പൊ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അവിടുന്ന് അറിയിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു സംഗമം യഥാർത്ഥത്തില് ഭാഗ്യവശാൽ ഉണ്ടായതാണ് എന്ന് പറയാണ്. നൈകത്ര പ്രിയ സംവാസ സുഹൃതാം ചിത്രകർമ്മണാം ഓഹേനം വ്യൂഹ്യമാനാനാം പ്ലവാനാം സ്രോതസോ യഥാ. അവിടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ളവനെ പുഴയുടെ ഒഴുക്കിനാൽ വഹിച്ചു കൊണ്ടുപോകപ്പെടുന്നതായിട്ടുള്ള മരത്തടികളെ സംബന്ധിച്ചിടത്തോളം എപ്രകാരമാണോ വിചിത്ര രൂപത്തിലുള്ള കർമ്മങ്ങൾക്ക് വിധേയരാകുന്നത്, അങ്ങനെ ആ സ്നേഹിതന്മാർക്ക് ഒരിടത്ത് തമ്മിലുള്ള ഒരു സഹവാസം സാധിക്കുന്നതും അല്ലെ ബുദ്ധിമുട്ടാണ്. ഒരുമിച്ച് ചിലപ്പോൾ പരസ്പര സ്നേഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കണം എന്ന് നിർബന്ധമില്ല. അവിടെ ഒഴുക്കിനനുസരിച്ച് എങ്ങനെയാണോ ഒരു മരത്തടി ഒഴുകി പോകുന്നത്, ആ പോകുന്ന തടി എന്താണ്, അത് പല ദിക്കിൽ ചെന്ന് ചിലപ്പോൾ തടഞ്ഞു നിൽക്കും, ചിലപ്പോൾ അങ്ങ് ഒഴുകി വീണ്ടും പോകും. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഒരു മരക്കഷ്ണങ്ങളെ പോലെ പരസ്പരം അല്ലെ അവിടുന്ന് കണ്ടുമുട്ടും, എന്നിട്ടോ ഒഴുക്കിൽപ്പെട്ടു പോകും. അങ്ങനെ ഒഴുക്കിൽപ്പെട്ടു കഴിഞ്ഞാലോ സംയോഗ വിയോഗം അല്ലെ. സംയോഗ വിയോഗങ്ങളൊന്നും ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല. അങ്ങിപ്പോൾ ആ ബന്ധുജനങ്ങളോടൊത്ത് സുഖമായിട്ട് അവിടുന്ന് വസിക്കുന്നു അല്ലെ. ബൃഹദ്വനത്തിലെ ഗോകുലത്തിലെ അമ്പാടിയില് ആ കന്നുകാലികൾക്ക് ജീവിക്കാൻ ഉതകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ ഉള്ളതായിട്ടുള്ള സ്ഥലം. എന്തായാലും ജലത്തിനും പുല്ലിനും മറ്റ് ആ കുറ്റിച്ചെടികൾക്കും ഒക്കെ
ഒരു ക്ഷാമവുമില്ലാത്ത ഒരു സ്ഥലമാണ് അമ്പാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലയോ സഹോദര, കച്ചിൽ പശവ്യം നിരുജംഭൂര്യ അമ്പുതൃണവീരുധം ബൃഹദ്വനം തദധുനായത്രാസേത്വം സുഹൃദ്വ്രതാം ഭ്രാതർമമ സുതഃ കച്ചിൻ മാത്രാസഖ ഭവദ്വ്രജേ താതം ഭവന്തം മന്വാനോ ഭവദ്ഭ്യാം ഉപലാളിത. എന്റെ മകനായിട്ടുള്ള അങ്ങയെ അച്ഛൻ എന്ന് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ ഇരുവരാലും രണ്ടുപേരും കൂടി സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് അങ്ങയുടെ ഗോകുലത്തില് അമ്മയോടൊപ്പം സുഖമായിട്ടിരിക്കുക തന്നെയല്ലേ എന്ന് അവിടെ നിന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ നന്ദന് വല്ലാത്തൊരു ദുഃഖം തോന്നി. ശരിയെ, കാരണം വസുദേവർക്ക് ധാരാളം ഉണ്ണികളുണ്ടായി, 6 ഉണ്ണികളുണ്ടായി അല്ലെ, അവിടുന്ന് കൊല്ലപ്പെട്ടു. 7ാമത് ഉണ്ടായതായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് അറിയുകയും ആ പെൺകുട്ടിയെയും അവിടുന്ന് വികായസിലേക്ക് പോയി എന്നുള്ളതൊക്കെ വിചാരിച്ചിങ്ങനെ ആ ദാമ്പത്യ ദുഃഖത്തിലുള്ള ആളാണ് വസുദേവർ എന്നുള്ള ഒരു ധാരണ വെച്ചുകൊണ്ട് നന്ദഗോപർ അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അത് തന്നെയല്ല, അവിടെ പറഞ്ഞു, അല്ലയോ സഹോദര, നന്ദഗോപര് എന്താണ് വസുദേവരോട് പറഞ്ഞു, അങ്ങയുടെ ഈ ഒരു പരിലാളനം അപ്രകാരം തോന്നിക്കത്തക്ക വിധത്തില് ധർമാർത്ഥ കാമങ്ങൾ അനുഭവവേദ്യമാവുകയാണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ ഉണ്ണിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാം പുംസസ്ത്രിവർഗോ വിഹിത സുഹൃദോഹ്യ അനുഭാവിത നതേഷു ക്ലിശ്യമാനേഷു ത്രിവർഗോർത്ഥായ കൽപ്പതേ. ഇങ്ങനെ ത്രിവിധത്തിലുള്ള പുരുഷാർത്ഥങ്ങളും ആ ബന്ധുവർഗത്തെ അവലംബിച്ചുകൊണ്ട് സങ്കല്പിക്കപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുകയാണ് അങ്ങ് ചെയ്തതായിട്ടുള്ള ഈ ഒരു ധർമ്മം. അപ്പം അവരിങ്ങനെ ക്ലേശിച്ച് ജീവിക്കുമ്പോൾ ആ ത്രിവർഗങ്ങൾ സുഖത്തിനായിക്കൊണ്ട് അവിടെ കരുതപ്പെടുന്നില്ല. അതുകൊണ്ട് ആ ബന്ധുമിത്രാദികളുടെ സഹകരണത്താലാണ് ധർമാർത്ഥ കാമങ്ങളൊക്കെ അനുഭവവേദ്യമാകുന്നത് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. എന്തായാലും നന്ദഗോപര് വസുദേവരോട് പറഞ്ഞു, അഹോതേ ദേവകീ പുത്രാഹ കംസേന ബഹവോഹതാഹ ഏകാവശിഷ്ടാ വരജ കന്യാസാപി ദിവം ഗദാ. അവിടെ പറഞ്ഞു, ഹേ നന്ദ, അങ്ങേക്ക് ഇത് എന്താണ് ദേവകിയിൽ ഉണ്ടായതായിട്ടുള്ള 6 പുരുഷ സന്താനങ്ങളെയൊക്കെ നിഷ്കരണം ആ കംസൻ പാറയിലടിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ഒരു കന്യക ഉണ്ടായത്. അവള് സ്വർഗത്തിലേക്ക് യാത്രയാകുകയും ചെയ്തു. എന്തായാലും തന്റെ ഭ്രാതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതായിട്ടുള്ള വസുദേവര് ഇങ്ങനെ സന്താന ദുഃഖം അനുഭവിക്കുമ്പോൾ തനിക്ക് ഇവിടെ എന്തു സുഖമാണുള്ളത്? ഒന്ന് കരുതിയാൽ അങ്ങേക്ക് ദുഃഖമില്ല. എന്തേ? ഈ ലോകം അദൃഷ്ട ഫലങ്ങളിൽ നിലയുറച്ചതാണ്. കാരണം എല്ലാവരുടെയും ഉള്ളില് പല ജീവനുകളാണ്. ഈ ജീവനുകളെയൊക്കെ ഒന്ന് എന്താണ് ഭഗവാൻ കൂട്ടിച്ചേർക്കുന്നു, അവരെ വിയോജിക്കപ്പെടുന്നു. അവർ തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല അവിടെ. അച്ഛനമ്മമാർക്ക് കുട്ടികളോട് എത്ര കണ്ട് ബന്ധമുണ്ട്? ഒരു ബന്ധവും ഇല്ല അവിടെ. അപ്പം ആ ഒരു അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാല് അവിടെ ഈ ലോകം അദൃഷ്ട ഫലങ്ങളിൽ നിലയുറച്ചതാണ്. അവിടെ നമുക്ക് ഇച്ഛയില്ല, ഈശ്വരേച്ഛയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ആ തത്വത്തെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങേക്ക് വ്യസനം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല അവിടെ. ഈ ഒരു രീതിയിലൊക്കെ വേദാന്തങ്ങളെയൊക്കെ അവിടെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നന്ദൻ ആ വസുദേവരെ അവിടുന്ന് സമാധാനിപ്പിച്ചു. വസുദേവർ പറഞ്ഞു, കരോ വൈ വാർഷികോ ദത്തോ രാജ്ഞേ ദൃഷ്ടാ വയം ജവാം നേഹസ്ഥേയം ബഹുതിഥം സന്ധ്യുൽപാദാശ്ച ഗോകുലേ. അവിടെ കംസന് നൽകേണ്ടതായിട്ടുള്ള വാർഷികകരമൊക്കെ കൊടുത്തു കഴിഞ്ഞുവെങ്കിൽ നാം തമ്മിൽ കണ്ട് സംസാരിക്കുകയും ചെയ്തു. ഗോകുലത്തിൽ ചില ആപത്തുക്കൾ വന്നിട്ടുണ്ടോ എന്ന് സംശയം. ദത്തോ രാജ്ഞേ ദൃഷ്ടാവയം ചവ സ്നേഹസ്ഥേയം ബഹുതിഥം സന്ധ്യുൽപാദാശ്ച ഗോകുലേ. ഉൽപാദാഹ, ആപത്തുക്കള്. ഗോകുലത്തില് എന്തൊക്കെയോ ചില ആപൽ ഘട്ടങ്ങള് ഇവിടെ വരാൻ പോകുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഈ വസുദേവർക്ക് ഇങ്ങനെ തോന്നാൻ കാരണം? ഏതൊരു മക്കൾക്ക് ഉണ്ടാകുന്ന വ്യസനത്തിനും ഒരു ഹിന്റ് ആ യഥാർത്ഥമായിട്ടുള്ള അച്ഛനും അമ്മയ്ക്ക് അവിടെ ലഭിക്കുമെന്നാണ് പറയുന്നത്. മക്കൾക്ക് ഉണ്ടാകുന്ന ദുഃഖം
അച്ഛനും അമ്മയ്ക്കും അറിയാൻ സാധിക്കും അവിടെ. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള വസുദേവർക്ക് ആ ഉണ്ണിക്ക് ഉണ്ടാകാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് നേരത്തെ തന്നെ ഒരു അറിവ് കിട്ടി അവിടെ. ഈ ഒരു അറിവ് നേരെ നന്ദനെ അവിടെ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് കേട്ടതോടുകൂടി വസുദേവരുടെ വാക്ക് കേട്ട് ഇത് നന്ദാദയോ ഗോപാഹ പ്രോക്താസ്തേ ശൗരിണായു അനോഭിരനുദ്യുക്തൈ തമനുജ്ഞാപ്യ ഗോകുലം. എന്തായാലും ആ വസുദേവരുടെ വാക്ക് കേട്ടതായിട്ടുള്ള നന്ദഗോപുരം കൂട്ടരും വസുദേവരോട് യാത്ര ചോദിച്ചുകൊണ്ട് നേരെ വേഗം ആ കാളവണ്ടിയിൽ കയറിക്കൊണ്ട് നേരെ അമ്പാടിയിലേക്ക് തിരിച്ച് യാത്രയായി എന്ന് പറയാണ്. ഇനി അമ്പാടിയിൽ ചെല്ലുമ്പോഴുള്ള ആ ഗംഭീരമായിട്ടുള്ള ലീല, പൂതനാമോക്ഷം എന്നുള്ള ലീലയൊക്കെയാണ്. അതൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്നിപ്പോ ഈ 5-ാമത്തെ അധ്യായം പാരായണം ചെയ്യാം.